ഹായ് ഫ്രണ്ട്സ്, ആംഗുലാറിന്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ നോക്കാൻ പോകുന്ന ആംഗുലാർ മെറ്റീരിയലിനെ പറ്റിയാണ്. എന്താണ് ആംഗുലാർ മെറ്റീരിയൽ, അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അത് എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. അതിന് എന്താണ് ആംഗുലാർ മെറ്റീരിയൽ എന്ന് നോക്കാം. ആംഗുലാർ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ആംഗുലാർ പ്രൊജക്റ്റിൽ നമുക്ക് ഒരുപാട് റിക്വയർമെന്റ്സ് വരാണ്. അതായത് ഇന്ന കമ്പോണന്റ് വേണം, സെലക്ട് ഡ്രോപ്പ് ഡൗൺ വേണം, ഡേറ്റ് പിക്കർ വേണം, ചെക്ക് ബോക്സ് വേണം, റേഡിയോ ബട്ടൺ വേണം, അങ്ങനെ ഒരുപാട് ഫോംസ് ഒക്കെ ബിൽഡ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരുപാട് റിക്വയർമെന്റ്സ് വരാണ്. അപ്പോൾ അതെല്ലാം തരുന്ന ഒരു സ്റ്റൈൽഡ് കമ്പോണന്റ് ലൈബ്രറിയാണ് ഈ ആംഗുലാർ മെറ്റീരിയൽ എന്ന് പറയുന്നത്. നിങ്ങളുടെ പ്രൊജക്റ്റിന് എന്താണോ വേണ്ടത് അത് ഈ ലൈബ്രറി പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇനി ഒരു പ്രൊഫഷണൽ ഒരു കമ്പനിയിലൊക്കെ പോയിട്ട് ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ആംഗുലർ മെറ്റീരിയൽ ആക്കി ഉപയോഗിക്കാം. കാരണം ബൂട്ട് സ്ട്രാപ്പും ഇതിൻ്റെ സെയിം പോലെ തന്നെയാണ്, പക്ഷെ എല്ലാവരും യൂസ് ചെയ്യുന്ന ആംഗുലർ മെറ്റീരിയൽ തന്നെയാണ് ഇപ്പോൾ ആംഗുലർ പ്രൊജക്റ്റിലെല്ലാം. അതൊരു ബേസിക് പ്രൊഫഷണൽ വേ ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, കുറച്ച് സ്റ്റെപ്പ് ഉണ്ട്. ഇത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്ന് വെച്ചിട്ട് ഒരു പ്രൊജക്റ്റിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. അല്ലാണ്ട് ഞാൻ ഗെറ്റ് സ്റ്റാർട്ടർ പോകണം. അപ്പോൾ ഇവർ തന്നെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗെറ്റ് സ്റ്റാർട്ടർ വിത്ത് ആംഗുലർ മെറ്റീരിയൽ. ഇവിടെ ഒരു കമാൻഡ് ഉണ്ട്, ng add at angular/material. നമുക്ക് എന്ത് ചെയ്യാം, ഞാനിവിടെ ഓൾറെഡി ഒരു empty പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതൊരു ബേസിക് പ്രൊജക്റ്റാണ്. നമ്മുടെ UI എന്നാണ് ബേസിക് UI. ഞാൻ ഇതിനെ മാറ്റി HTML ഞാൻ മൊത്തം എടുത്ത് കളഞ്ഞു. ഒരു h2 ടാഗ് കൊടുക്കണം. ആംഗുലർ മെറ്റീരിയൽ നമുക്ക് സ്റ്റൈൽ കൊടുക്കാമല്ലേ. സ്റ്റൈൽ ഇസ് ഈക്വൽ ടു ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ എന്നാണ് കൊടുക്കുക. ഇനി ഇത് നോക്കാം കേട്ടോ, ഒരു ആംഗുലർ മെറ്റീരിയൽ ടെക്സ്റ്റ് വന്നു. ഇനി എന്ത് ചെയ്യാം, നമുക്കൊരു അടുത്ത ടെർമിനൽ എടുത്തിട്ട് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്ത ആ കമാൻഡ് നമുക്കിവിടെ കൊടുക്കാം. ng add at angular/material nvm യൂസ് കൊടുക്കാം. ഒന്നുമല്ല, ഇത് നോഡിൻ്റെ വെർഷൻ ഒന്ന് മാറ്റിയതാണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പറയണ്ടോ, പക്ഷേ ഇവിടെ എസ് കൊടുക്കാം. ഇതല്ലേ നമ്മുടെ കാര്യമില്ല. ഇനി ഒരു കുറച്ച് സ്റ്റൈൽ വരും. സ്കിപ്പിംഗ് ഇൻസ്റ്റാളേഷൻ, പാക്കേജ് ഓൾറെഡി ഇൻസ്റ്റാൾ, ചൂസ് എ പ്രീ ബിൽറ്റ് തീം നെയിം. ഞാനിവിടെ ഇൻഡിഗോ/പിങ്ക് ആണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീം കൊടുക്കാം. സെറ്റപ്പ് ഗ്ലോബൽ ആംഗുലർ മെറ്റീരിയൽ ടൈപ്പ് ഓഫ് സ്റ്റൈൽസ് എസ് കൊടുക്കാം. അതും എസ് കൊടുക്കാം. ഇപ്പോൾ ആണോ ഇത്രയും ഫയൽസ് 1 2 3 4 5 ഫയൽസ് അപ്ഡേറ്റ് ആയിട്ടാണ് ഇവർ പറയുന്നു. നമുക്കിനി ഇവിടെ ഗിറ്റിൻ്റെ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കിവിടെ കാണാം ഇത്രയും ഫയൽസ് ചേഞ്ച് ആയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, angular.json എന്ന് പറഞ്ഞ ഫയലിൽ ഇവർ ഒരു ക്ലൈ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് വിഷയമുള്ള. അതേപോലെ package.json അത് നോക്കിയാൽ നിങ്ങൾ കാണാം ഇവിടെ CDKയും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. കൂടെ എന്ത് ചെയ്യുക, angular/material എന്ന് പറഞ്ഞ പാക്കേജും ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. 13 ആണ് വെർഷൻ. ഇനി index.html വന്ന കുറച്ച് CDNs ഇവർ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ CDNs എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോണ്ടിൻ്റെ CDN ആണ്. അതായത് ആംഗുലർ മെറ്റീരിയൽ ഉപയോഗിക്കുന്ന ഫോണ്ടിൻ്റെ CDN. style.json നമ്മുടെ ഗ്ലോബൽ സ്റ്റൈൽ ഫയലാണ്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് മോഡിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് ബോഡിയിലും HTML ഹൈറ്റ് 100% ഇത്രയും കാര്യങ്ങൾ അവർ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ng add മെറ്റീരിയൽ കൊടുത്തപ്പോൾ app.component HTML വരികയാണെങ്കിൽ അത് നമ്മൾ നേരത്തെ എഡിറ്റ് ചെയ്താണ്, കുഴപ്പമില്ല. ഇനി module.tsൽ ബ്രൗസർ ആനിമേഷൻ മൊഡ്യൂൾ അവർ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്രെഡിൻ്റെ വീഡിയോയിൽ നമ്മൾ മാനുവലി ഇൻസ്റ്റാൾ ചെയ്യാൻ ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവർ ഓട്ടോമാറ്റിക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ng add ആംഗുലർ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ കമൻറ്റ് മാത്രം കൊടുക്കുന്നുണ്ട്. ഇതിനർത്ഥം നമ്മുടെ പ്രൊജക്റ്റിൽ ആംഗുലർ മെറ്റീരിയൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി എങ്ങനെ ആംഗുലർ മെറ്റീരിയൽ യൂസ് ചെയ്യാനുള്ള കാര്യം നോക്കാം. അതിനുവേണ്ടി ഞാൻ നമ്മുടെ ആംഗുലർ മെറ്റീരിയൽ സൈറ്റിൽ പോയിട്ട് കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ഇത് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇത്രയും ഇതിലെല്ലാ കമ്പോണൻസും ഈ ആംഗുലർ മെറ്റീരിയൽ പ്രൊവൈഡ് ഉണ്ട്. അത് ഞാൻ ആദ്യം വേണ്ടി ഒരു പ്രോഗ്രസ് സ്പിന്നറിന് എടുക്കാം. ഓക്കെ, ഇതുണ്ടോ, ഈ കമ്പോണൻ്റ് ഇങ്ങനെ സ്പിന്നറാണ്. നമുക്ക് അതിന് ആദ്യം നമ്മുടെ പ്രോജക്റ്റിൽ റൺ ചെയ്യാനായിട്ട് നമ്മൾ API എന്ന് പറഞ്ഞ ടാബിലോട്ട് പോകാം. ഇതിനെ നമ്മൾ നേരെ ഇമ്പോർട്ട് ചെയ്യാം. app.module.tsൽ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇമ്പോർട്ട് കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ഈ ഇമ്പോർട്ട് ആരെങ്കിലും കൊടുക്കാം ഈ മൊഡ്യൂളിൽ. എങ്കിൽ മാത്രമാണ് ഈ മാറ്റ് സ്പിന്നർ മൊഡ്യൂൾ നമ്മുടെ പ്രോജക്റ്റിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇത് കിട്ടാൻ വേണ്ടി നമ്മൾ എക്സാമ്പിളിൽ പോയി ഇപ്പോഴാണ് ഒരുപാട് സ്പിന്നർ കൊടുത്തിട്ടുണ്ട്. പ്രോഗ്രസ് ഞാൻ എന്ത് ചെയ്തു, വ്യൂ കോഡ് എടുത്തു. വ്യൂ കോഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവിടെ മാറ്റ് പ്രോഗ്രസ് സ്പിന്നർ കുറച്ചും കൂടെ അടിയിട്ട് ഈ വ്യൂ കോഡ് എടുക്കും.
ഇതെല്ലാം കുറേ മാറ്റ് സ്പിന്നർ എന്ന് പറഞ്ഞ ടാഗ് മാത്രം കൊടുത്തുള്ളൂ. ഓക്കെ, നമ്മുടെ പ്രോജക്റ്റിൽ ആംഗുലർ മെറ്റീരിയൽ ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്ക് ഈ സ്പിന്നർ നമ്മുടെ പ്രോജക്റ്റിൽ കാണണം. കണ്ടോ? അതായത് നമ്മുടെ പ്രോജക്റ്റിൽ ആംഗുലർ മെറ്റീരിയൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമുക്കിനി വേറെ കുറച്ച് കമ്പോണൻസ് കൂടെ നോക്കാം. ഇനി അടുത്തൊരു എക്സ്പാൻഷൻ പാനലുണ്ട്, ഗ്രിഡ് ലിസ്റ്റ്, പ്രോഗ്രസ് ബാർ നമ്മൾ നോക്കിയതാണ്. ഓക്കെ, ഈ പ്രോഗ്രസ് ബാർ കൂടെ നോക്കാം. വ്യൂ കോഡ് എടുക്കുക. അതിന് മുന്നേ നമ്മൾ APIയിൽ പോയിട്ട് എന്ത് ചെയ്യണം, അവരുടെ ആ ഒരു മൊഡ്യൂളിൽ നമുക്ക് ആംഡ്രോയിഡ് മൊഡ്യൂൾ ടീസിൽ നിങ്ങളുടെ ഏതാണോ കോർ മൊഡ്യൂൾ അതിലോട്ട് ഇമ്പോർട്ട് ചെയ്യണം. എൻ്റെ ആംഡ്രോയിഡ് മൊഡ്യൂൾ ടീസാണ്. മാറ്റ് പ്രോഗ്രസ് ബാർ മൊഡ്യൂളിൽ പോയി നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. ഇനി component.html വന്നു. അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, എക്സാമ്പിൾ പോയിട്ട് നമുക്കൊരു ഇത് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇത്രയും കാര്യങ്ങളുണ്ട്, അതിൻ്റെ എല്ലാം എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഡബ്ലാരോ നോക്കിയ വ്യൂ കോഡ് നിങ്ങൾ കോഡ് കിട്ടും. അപ്പോൾ കോഡ് എടുത്ത് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഞാൻ മാറ്റ് പ്രോഗ്രസ് ബാർ കോപ്പി പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഞാൻ പെണ്ണ് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ ബാർ അവിടെ കാണിക്കണം. കണ്ടോ, ഈ ബാർ അവിടെ കാണിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ആംഗുലർ മെറ്റീരിയൽ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ ഈ 2 കമ്പോണ്ടും ആംഗുലർ മെറ്റീരിയൽ വഴി നമ്മുടെ പ്രോജക്റ്റിലോട്ട് ഇൻസേർട്ട് ചെയ്തു. എല്ലാം വർക്ക് ചെയ്യണം. ഇനി നമുക്ക് ഒരുപാട് സജഷൻസ് ഉണ്ട്. നമുക്കിപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം, മോഡ് ഡിറ്റർമിനേറ്റ്. ഇവിടെ നേരത്തെ ഇവിടുത്തെ ഒരു മോഡ് പറഞ്ഞാൽ ബഫറായിരുന്നു. ഡിറ്റർമിനേറ്റ് കൊടുക്കുമ്പോൾ ഇതിങ്ങനെ ആയിരിക്കും എന്നാണ് പറയുന്നത്. കാരണം ഇവിടെ എല്ലാ എക്സാമ്പിളും നിങ്ങൾക്ക് ഇനി കോഡ് വെച്ചിട്ട് റൺ ചെയ്യണമെങ്കിൽ കോപ്പി ലിങ്കിൻ എക്സാമ്പിൾ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അല്ലെങ്കിൽ ഡിറ്റർമിനേറ്റ് പ്രൊവേഷൻ സ്റ്റാക്ക് ബിറ്റ്സിൽ വഴി നമുക്ക് നോക്കാൻ പറ്റും. ആ ഒരു പ്രോപ്പറായിട്ട് ഒരു പ്രോജക്റ്റ് റൺ ചെയ്ത് കാണിച്ചു തരും. ഓക്കെ, ഇപ്പോൾ ഉണ്ടോ, അതിന് വാല്യൂ കൂടെ കൊടുക്കണം തോന്നുന്നു. ആ വാല്യൂ ഈക്വൽ ടു നമുക്ക് ടെസ്റ്റ് വാല്യൂ കൊടുത്താൽ വാല്യൂ ഈക്വൽ ടു 50 കൊടുത്താൽ ആണോ, ഇത്രയും ഭാഗം കവർ ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ആംഗുലർ മെറ്റീരിയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ പ്രോജക്റ്റിൽ നിങ്ങളുടെ സ്റ്റൈലിന് കമ്പോണൻസ് വേണ്ടി നമ്മൾ ആംഗുലർ മെറ്റീരിയൽ ഉപയോഗിക്കുന്നുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ എൻ്റെ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അതായത് ലോഗിൻ പേജ് ക്രിയേറ്റ് ചെയ്യണം, സൈൻ ഇനും സൈൻ അപ്പും. ഇത് എൻ്റെ കമ്പോണ്ട് നമ്മൾ ആംഗുലർ മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ റിയാക്റ്റീവ് ഫോംസ് ആണ് വെച്ചിരിക്കുന്നത്. നമ്മൾ വാലിഡേഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ സൈനപ്പിൽ നമ്മൾ എല്ലാ കമ്പോണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്, നമ്പർ ബോക്സ് ഉണ്ട്, റേഡിയോ ബട്ടൺ ഉണ്ട്, ഡേറ്റ് പിക്കർ ഉണ്ട്, പിന്നെ സെലക്ട് ഡ്രോപ്പ് ഡൗൺ ഉണ്ട്, പാസ്വേഡ് ഉണ്ട്, കൺഫേം പാസ്വേഡ് ഫീൽഡ് ഉണ്ട്, രജിസ്റ്റർ ബട്ടൺ വെച്ചിട്ടുണ്ട്, ടൂൾ ടിപ്പ് വെച്ചിട്ടുണ്ട്, പാസ്വേഡ് മിസ്മാച്ച് വാലിഡേഷൻ, എല്ലാ വാലിഡേഷനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് എൻ്റയർലി നമ്മൾ ആംഗുലർ മെറ്റീരിയൽ വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുക ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒരു ബേസിക് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം തന്നു. അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ എൻ്റയർ ആപ്ലിക്കേഷൻ നമ്മൾ ബിൽഡ് ചെയ്യുന്നു. അപ്പോൾ താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം.